എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് ഞാൻ പോകുന്നത് ത്രോണോക്സിൽ എന്ന ആനിമ സീരീസിൻ്റെ എപ്പിസോഡ് 31. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൽ ആദ്യം തന്നെ ഹാവച്ചൻ്റെ മാസ്റ്റർ ഒരു മഞ്ഞുള്ള പ്ലേസിൽ അവിടെ കണ്ണുറന്നു. അതിലൂടെ നടക്കുന്നു. അങ്ങനെ പോവുകയാണ് ഒരു സൗണ്ട്. അത് മാസ്റ്ററിൻ്റെ പാസ്റ്റിൽ നടന്ന ഇൻസിഡൻറ്റ് അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. നിനക്ക് നാണമില്ലേ 9 സ്പിരിച്വൽ എനർജി മാത്രം കൊണ്ടുവന്ന് നിൽക്കാൻ? ഇവിടെ നിൽക്കാൻ നിനക്കൊരു യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ചവിട്ടി എറിയുകയാണ്. താഴേക്ക് വന്ന് വീഴുമ്പോൾ മാസ്റ്റർ എവിടെ നിന്നാണ് ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയെന്നോ. എൻ്റെ ഓരോ സങ്കടങ്ങൾ കാറ്റായിട്ട് മാറി, എൻ്റെ കണ്ണുനീര് മഞ്ഞായിട്ടും. അവനോട് വന്നിട്ട് എന്തിനാണ് കരയുന്നത്? അവനതിന് അവൻ്റെ ടീച്ചർ പോലും അവനെ വേണ്ട എന്ന്. എൻ്റെ സ്പിരിച്വൽ എനർജി അത് വളരെ കുറവാണ്. കൂടെ നിൽക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈമാണ്. ഞാൻ നന്നായിട്ട് ഹാർഡ് ചെയ്തു, എന്നാൽ ടാലൻറ്റ് അതെല്ലാം വേസ്റ്റ് ആയിരുന്നു. ടാലൻറ്റ് അതെല്ലാവരുടെയും തുടക്കം പോയിന്റാണ്. ചിലർക്ക് ജനിക്കുന്നതിനോടൊപ്പം കാണും സൺലൈറ്റ് പോലെ, മറ്റു ചിലർ ഇതുപോലെ വിൻഡ് സ്നോയിൽ കുറങ്ങിപ്പോവും. അതെല്ലാം അവസാനിക്കും. അതുപോലെ ടാലൻറ്റ് എന്ന് കരുതി അത് ലൈഫല്ല എന്ന് പറഞ്ഞ ലൈറ്റ് കാണിച്ച് അബ്സല്യൂട്ട് ഡിഫൻസ് എന്ന സ്കില്ല് കാണിച്ച് അത് കൊടുത്തു. അതുകൊണ്ട് അതിശയം. ഞാൻ ഒരുപാട് ബുക്സ് വായിച്ച് എന്നാൽ ഒന്നുപോലെ ഇതുപോലെ ഉള്ളത് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, നീ ഇവിടെ നിന്ന് പുറത്ത് വരണം. അവൻ ട്രൈ ചെയ്തു, എന്നാൽ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് കിടക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ, അതിന് മാസ്റ്റർ നീ സാധാരണ നോക്കുന്നത് പോലെ നോക്കിയാൽ അങ്ങനെ ആയിരിക്കും, എന്നാൽ സൂക്ഷിച്ച് നോക്കിയാൽ പുറത്തെ ലോകം കാണാം. അങ്ങോട്ടുള്ള വഴിയും ഇതിനപ്പുറം ഒരുപാടും ഉണ്ട്. മലകൾ കാഴ്ച മറയ്ക്കുകയാണ്. അത് കൺഫ്യൂസ് ആകുന്നു. നിനക്കിത് മറികടന്ന് സൂര്യ വെളിച്ചം കാണാൻ കഴിയും. അവൻ എനിക്ക് കഴിയില്ല എന്ന് തന്നെ പറയുകയാണ്. മാസ്റ്റർ പോയി ഇപ്പോൾ കഴിയില്ല, എന്നാൽ ഒരു നാൾ കഴിയും എന്ന് പറഞ്ഞ് ഒരു സ്കിൽ യൂസ് ചെയ്തു ഒരു പവർഫുൾ ആയ ചുഴലിക്കാറ്റുണ്ടാക്കിയ അവിടെ മുഴുവൻ. അങ്ങനെ ആ പ്ലേസ് മാറി ഒരു ബ്യൂട്ടിഫുൾ ആയ ഒന്നായിട്ട് മാറി. അവൻ കണ്ട് ഹാപ്പി. ഞാൻ ഉറപ്പായിട്ടും മറികടക്കും, ഞാൻ ആ സൂര്യ വെളിച്ചം തൊട്ടറിഞ്ഞ് എന്ന് പറഞ്ഞു അവൻ അവിടെ ഇല്ലാതാക്കുകയാണ്. അതായത് മാസ്റ്റർ പാസ്റ്റിലുണ്ടായിരുന്ന സങ്കടം കൊണ്ട് വേണ്ട എന്ന് വെച്ച ഒരുപാട് നെഗറ്റീവ് മെമ്മറീസ് അത് ഓവർകം ചെയ്ത് ഇപ്പോൾ ഹാവച്ചൻ വഴി 9 നിന്ന് 60+ ലെവലിലേക്ക് സ്പിരിച്വൽ എനർജി എത്തിച്ചു. ഞാൻ മുൻപ് ഒരു എക്സ്റ്റേണൽ എനർജി അതാണ് 200 വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇനി മുതൽ അത് സ്പിരിച്വൽ എനർജി എന്ന് പറയും. അതാണ് അതിന് യോജിച്ച്. മറ്റേ സീരീസിലെ കണ്ടപോലെ സോൾ പവർ, അതുപോലെ ഡൗക്കി, അതിന് വരെ ഇതിലെ മന എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ കംപ്ലീറ്റ് ആയി 6ാമത്തെ ലെവല് ബ്രേക്കായി. എനർജി വിങ്സ് കിട്ടുകയും ചെയ്തു. ഓരോ ലെവലിൽ മാറുന്നതോറും ഓരോന്ന് കിട്ടും. അവനോട് നന്ദി പറയുന്നു. ഹാവച്ചനോട് ഹാൻഡ് ക്വാൻ ആയിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവനോട് പോകാനായിട്ട് പറയുകയാണ്. അവന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. കാര്യം ചോദിക്കുമ്പോഴാണ് സംഭവം ഹാവച്ചന്റെ ഫ്യൂച്ചർ എന്നത് വളരെ വലുതാണ്. മെയിനായിട്ട് സൺ ഓഫ് ലൈറ്റ് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഒരു നോർമലായ ഞാൻ അവനെ ടീച്ച് ചെയ്യുന്നത്. അത് സ്യൂട്ടബിൾ ആകില്ല എന്ന് ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞ മാസ്റ്റർ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറയുകയാണ്. ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരേ ഒരു ഡിസബിൾ കൂടിയാണ്. അവൻ്റെ ഫ്യൂച്ചർ മാസ്റ്റർ കാരണം എന്തെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴുള്ള ഡീമൻസിനെ എതിർക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്ത് പല കോണിലായിട്ടുണ്ട്. അതിൽ ടാലൻ്റ് ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ഡീമൻസിനെ ഫൈറ്റ് ചെയ്യാൻ ഒരുപാട് ദൂരം പോകേണ്ടി വരും. അതിനിടയ്ക്ക് ഒരാളെ കാണിക്കുന്നുണ്ട്. അത് ആരാണെന്ന് അവസാനം മനസ്സിലാകും. അവൻ ഡീമൻസിനെ കൊല്ലുന്നതൊക്കെ ഇതിനെല്ലാം ഒടുക്കം ആകാൻ ഹാവച്ചന് കഴിയൂ. അതിനുശേഷം ടൂർണമെൻറ്റ് ഇതിനൊരു അവസാനമൊന്നും കാണില്ല. സത്യം പറഞ്ഞാൽ ഈ സീരീസ് ഈ പോർഷനൊക്കെയാണ് ഭയങ്കരമായിട്ട് ലാഗാക്കിയതുപോലെ. എനിക്ക് ഇടാനും ഒരു മൂഡില്ലാത്തത് ഇതാണ്. ഫുള്ള് ഫൈറ്റ് മാത്രം. എന്താ അതുപോലെ അവരുടെ പേരൊക്കെ മറന്നുപോയി. വാട്ടവർ 16 പേരോട് വരാനായിട്ട് പറഞ്ഞത്. സംഭവം അവർക്ക് അലയൻസിൻ്റെ ഒരു സീക്രട്ട് ഗിഫ്റ്റ് അത് കൊടുക്കാൻ പോവുകയാണ്. അസാസിൻ ടെമ്പിളിലെ ഈ ഇൻസൈഫങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. മിറർ ഓഫ് 1000 ഫേസ്. സംഭവം അതിനുള്ളിലെ മിററിൽ അവർക്ക് എന്താണോ ഉള്ളിലെ ആഗ്രഹമുള്ളത് അത് കൊടുക്കും. ആദ്യം തന്നെ ലീശ പോകുന്നു. ഹാവച്ചന് വേണോ? കുഴപ്പമില്ലടാ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാണ് അകത്തേക്ക് ചെല്ലുന്നത്. അവിടെ ഒരു മിറർ. ഇതാണോ? ഇതിലിപ്പോൾ എന്താ ഉള്ളത് എന്ന രീതിയിൽ നോക്കുന്നുണ്ട്. ഒന്നും മനസ്സിലായില്ല. എന്നാൽ പെട്ടെന്നാണ് ആ മിററിലുള്ള ലീഷൻ പേടിപ്പിക്കുന്നത്. സംഭവം അതൊരു സ്പിരിറ്റാണ്, മിറർ സ്പിരിറ്റ്. അവിടെ സോഡൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ചെയ്യലേ, ഞാൻ മിറർ സ്പിരിറ്റാണ്, ടോപ്പ് 16 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുമെന്നാണ്. അവളുടെ അപ്പിയറൻസ് എടുത്തത് ചോദിക്കുമ്പോൾ ഞാൻ മിററാണ്, എൻ്റെ മുൻപിൽ നിൽക്കുന്നവരുടെ രൂപയെ ഞാൻ എടുക്കും. അതായിട്ട് അവൾക്ക് എന്തോ പോലെ എനിക്കുള്ളത് പെട്ടെന്ന് തരാനായിട്ട് പറയുന്നു. അത് കേട്ട് ആ മിറർ സ്പിരിറ്റ് അവൾക്ക് ഫൈറ്റിന് ആവശ്യമായ ഒരു സ്കില്ല് അത് കൊടുത്തു. അതുകൊണ്ട് ഹാപ്പിയായി. എങ്കിലും അവളുടെ രൂപത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോയി ഒരു ഉമ്മ കൊടുത്ത് അവൾ പുറത്തേക്ക് വരുന്നത്. എന്താ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നിങ്ങൾ വയ്ക്കൂ. ബാക്കിയുള്ളവരും പോകാനായിട്ട് തുടങ്ങി. അവരും കണ്ട അവർക്ക് എന്താണോ ആവശ്യമായിട്ട് ഉണ്ടായിരുന്നത് അതിൻ്റെ രീതിയിലുള്ളതാണ് അവർക്ക് കിട്ടുന്നത്. സെയിം അല്ല. അങ്ങനെ വരുന്നു. അവന് കിട്ടിയത് ഇങ്ങറിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. വേണോ വേണ്ടേ? അവ അത് മനസ്സില്ലെങ്കിൽ പോലെ കാണിച്ചെങ്കിലും ഒറ്റയടിക്ക് വാങ്ങിച്ച്. ഇങ്ങറിനോട് അവന് ഇഷ്ടമുണ്ടല്ലോ, ഞാൻ അടുത്തത് പോകാം എന്ന് പറഞ്ഞ് അവനകത്തേക്ക് പോകുന്നു. ആൾറെഡി അവൻ്റെ രൂപത്തിൽ നിൽക്കുന്നുണ്ട്. അവൻ്റെ ലുക്ക് കൊണ്ട് ആ മിറർ സ്പിരിറ്റ് നോക്കി നിൽക്കുകയാണ്. അവൻ വന്ന് നിൽക്കുമ്പോൾ ഇൻഹെറിറ്റർ കൊണ്ടല്ലോ, വേറെ സീക്രട്ടായിട്ട് ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞ ആ മിറർ ആ സ്പിരിറ്റ് മിറാക്കിൾസോട് അതെടുത്ത് ഇത് കൊള്ളാലോ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പുറത്ത് വന്നിട്ടുണ്ടല്ലോ, ഇതൊന്ന് അകത്തേക്ക് വയ്ക്കുമോ എന്ന രീതിയിൽ ആക്ഷൻ. അവന് പിന്നെ എന്താണെന്ന് കൊടുക്കുക എന്ന് ആലോചിച്ചിട്ട് ഒന്ന് കൊടുത്തു. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് കാണിക്കുന്നുണ്ട്. സംഭവം അതൊരു ആർമറാണ്, നല്ല ബെസ്റ്റായിട്ട് അവന് കിട്ടേണ്ട ഒരു
വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. വാട്ടർ, വിൻഡ്, ഫയർ അതെല്ലാം തടയുകയും ചെയ്യും. അതിൻ്റെ പേരാണ് ഹോളി സ്പിരിറ്റ് ആർമർ. എന്നാൽ ഹീറോയിനെ ആലോചിച്ച് എനിക്ക് വേറെ ഒന്നാണ് വേണ്ടത്, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അത് കൊടുത്തു. ആർമർ അവൻ വാങ്ങിയില്ല. അവൻ പുറത്തു വന്നു. അവളെ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. അവളുടെ രൂപത്തിലായിട്ടല്ല, ഹാവച്ചിന്റെ രൂപത്തിൽ വന്ന് നിന്നിട്ട് റെസ്പെക്ട് ഇട്ട് സംസാരിക്കുന്നു. കാരണം അസാസിൻ ടെമ്പിളിലെ ആണല്ലോ. അവൾക്ക് വേണ്ട 3 ബെസ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കുമ്പോൾ 3 സെക്കൻഡായി അപ്പിയറൻസ് മാറ്റിയിരുന്നു. സ്പോട്ടിൽ മാറ്റി അവൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളതും കാണിച്ചു. എന്നാൽ അവൾ വാങ്ങുന്നത് ഹാവച്ചിന് വേണ്ടതാണ്. ആ ആർമർ അത് കൊടുക്കുകയാണ്. അവനത് വേണ്ടത് എടുത്തില്ല. അവ എടുത്തല്ലോ. പുറത്ത് വന്നപ്പോൾ രണ്ടുപേരും നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു. അത് കണ്ട് വോ എന്താ ഇത്, അസാസിൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണല്ലോ, മറ്റേത് ലെവൽ 5 പ്രൊട്ടക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർഡിനേറ്റ് ആർമർ ആണല്ലോ എന്ന് പറയാൻ പോകാം. ഇനിയും നിന്ന അവർക്കിടയില്ലേ ടെറുമ്പാവ് എന്ന് പറഞ്ഞ് പോയി. അവർ പരസ്പരം അവർക്ക് വേണ്ടത് വാങ്ങിച്ചു. ഇതെല്ലാം കണ്ട് അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന് പിടിച്ചില്ല. യാങ് കണ്ടിട്ട് വിത്തൗട്ട് ഫീലിങ്സ് അതൊരു വെപ്പണാണ്. ഹാവച്ചെന്നെ വിശ്വസിക്കുകയാണ്. അത് കഴിഞ്ഞ് 16 പേരെ നിരത്തി നിർത്തി മാച്ച് തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആരെയാണ് മത്സരിക്കുന്നത് എന്ന് അറിയാനായിട്ട് 16 ടോക്കൺസ് കൊടുത്തു. സെയിം നമ്പർ വരുന്നവര് ഫൈറ്റ് ചെയ്യണം. ഹാവച്ചന് കിട്ടിയത് 1. അവന്റെ ഓപ്പോണന്റ് ആരാണെന്ന് നോക്കുമ്പോൾ കണ്ടത് ലീഷൻ. അതുകൊണ്ട് അവൻ പോയി. പിന്നെ ചെറിയ ക്ലിപ്പ് എന്ന പോലെ പാസ്റ്റില് ഹാവച്ചൻ അവന്റെ ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോഴുള്ള ആ ബീസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്ന അതിനെ തോൽപ്പിച്ചു. അപ്പോൾ അവന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ജിയാങ്ഹു, അവൻ മനസ്സിൽ ഹാവച്ചൻ ആൾറെഡി സ്ട്രോങ് ആയി. എന്നാൽ ഞാനോ ഹാവച്ചൻ കുറെ നാളെയല്ലേ കണ്ടിട്ട് എൻ്റെ വീട്ടിൽ വരുന്നു എന്ന രീതിയിൽ അവനോട് ചോദിക്കുമ്പോൾ അവൻ മൂഡ് ഓഫ് പോലെ ഇല്ല എന്ന് പറഞ്ഞു പോകുന്നു. അവന് മനസ്സിലായില്ല ഇങ്ങനെ പോകുന്നതെങ്കിൽ കാര്യമില്ല എന്ന് അവന് മനസ്സിലായിട്ട് മുന്നോട്ട് പോയി. എന്നിട്ട് അവനോട് ഹാപ്പി ആയിട്ട് എന്ന പോലെ, ഹാവച്ചൻ നിന്നിൽ ഞാൻ ജലസാണ്ട്ര, നീ സ്ട്രോങ് ആണ്, ഞാൻ ഉറപ്പായി നല്ലൊരു സ്ട്രോങ് ആയ നൈറ്റ് ആകും എന്ന് പറഞ്ഞു ഒരു റെഡ് റിബൺ. അത് അവൻ്റെ അച്ഛൻ്റെയാണ്. പ്ലാസ അവനോട് അവൻ്റെ അച്ഛൻ വാറിൽ ഡെഡായത് പറഞ്ഞ് അത് കേട്ടത് അവന് താങ്ങാനാവാതെ കരയുകയാണ്. കണ്ടതിൽ വെച്ച് ബെസ്റ്റായ നൈറ്റാണ് നിൻ്റെ അച്ഛൻ. ആ സോഡ് അത് അവൻ്റെ അച്ഛൻ്റെയാണ്. ഇതുള്ളപ്പോൾ ഒന്നിനെ പേടിച്ച് പിന്മാറിയിട്ടില്ല. ഒരു വലിയ മരത്തെ ഇല്ലാതാക്കാൻ സ്ട്രോങ് ആയ വിൻഡ് മതി. എന്നാൽ അതിൻ്റെ സീഡ് പല ഭാഗത്തായിട്ട് പോകും, പിന്നെ ഉയർന്നു വരും, ഒരു കാടായിട്ട് മാറും. അങ്ങനെ ആ കാറ്റിനെ തടയാൻ കഴിയും. എനിക്കറിയാം നീയും സ്ട്രോങ് ആണ്. സോഡ് നീ എടുക്കണം, ഫൈറ്റ് ചെയ്യണം, നിന്റെ അച്ഛൻ്റെ മാന്യത നീ പ്രൊട്ടക്ട് ചെയ്യണം. ഇതെല്ലാം ഹാവച്ച കേട്ടിരുന്ന അതോർത്ത് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് മുൻപ് ഫൈറ്റ് ചെയ്തത് ആരാണെന്ന് മനസ്സിലാകുന്നത്. അത് ജിയാങ്ഹു തന്നെയാണ്. അവൻ പറഞ്ഞ വാക്ക് അത് നിറവേറ്റാനായിട്ട് അവൻ വരികയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണെന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.